നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ UDF സുനാമി. മൂന്നാം തുടർഭരണം ലക്ഷ്യമിട്ട LDF തകർന്നടിഞ്ഞു. LDF വൻ വോട്ട് ചോർച്ച ഉണ്ടായതായി കണക്കുകൾ. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ. അമ്പലപ്പുഴയിൽ G സുധാകരൻ മുന്നിൽ. 3 മണ്ഡലങ്ങളിലും NDAക്ക് ലീഡ്. CPM ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിൽ UDFന്റെ കടന്നുകയറ്റം. സംസ്ഥാനത്തെ മിക്ക മന്ത്രിമാരും കടപുഴകി. ഗുരുവായൂർ കുഴമല്ലൂർ ക്ഷേത്രം കവർച്ച. പ്രതി പിടിയിൽ. കുപ്രസിദ്ധ ഓട്ടോ സുഹൈലാണ് പിടിയിലായത്. പ്രതി മോഷ്ടിച്ചത് 7ഓളം പവൻ വഴിപാട് സ്വർണവും 1 ലക്ഷം രൂപയും. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ നിന്നും 500 പവൻ കവർന്ന കേസിൽ സുഹൈൻ പ്രതി. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ച് കുളപ്പുള്ളി ഫെസ്റ്റ്. 6 ടീമുകളുടെ ആഘോഷങ്ങൾ കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി. കുളപ്പുള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ കൂട്ടായ്മയും സഹോദരത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF സുനാമി. മൂന്നാം തുടർഭരണം ലക്ഷ്യമിട്ട LDF തകർന്നടിഞ്ഞു. മിക്ക മന്ത്രിമാരും കടപുഴകി വീണു. LDFൽ വൻ വോട്ട് ചോർച്ച ഉണ്ടായതായി തെരഞ്ഞെടുപ്പ് ഫലം. മധുരപ്രതികാരമായി അമ്പലപ്പുഴയിലെ G സുധാകരന്റെ വിജയം. മുഖ്യമന്ത്രി പിന്നിലായിരിക്കുന്നത് കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ CPM ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ കടന്നുകയറ്റം LDFനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. CPM വിമത വോട്ടുകൾ UDFന് ലഭിച്ചതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. സുരേഷ് ഗോപിക്ക് ജനം കൊടുത്ത മറുപടിയാണ് തന്റെ വിജയമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി രാജൻ K പല്ലൻ. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച തൃശൂരിലെ ജനങ്ങളെ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കിയില്ല എന്നതുകൊണ്ടാണ് BJP 3ാം സ്ഥാനത്തേക്ക് പോയതെന്നും രാജൻ K പല്ലൻ പറഞ്ഞു. അല്ല, തൃശ്ശൂര് ഞാൻ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, വലിയ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂർ ജനത തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ വിജയിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജനതയോട് പ്രത്യേകം നന്ദി പറയുന്നു. കൂടുതൽ ലഭിച്ച ലീഡ്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ കൂടുതൽ ലഭിച്ച ലീഡ് എൻ്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു. തൃശ്ശൂരിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കും. ഗുരുവായൂർ കുഴമല്ലൂർ ക്ഷേത്രം കവർച്ച. കുപ്രസിദ്ധ മോഷ്ടാവ് ഓട്ടോ സുഹൈൽ പോലീസ് പിടിയിൽ. കവർച്ച നടന്നത് കഴിഞ്ഞ മാസം 28-ന്. ഓഫീസ് മുറി കുത്തി തുറന്ന് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന വഴിപാട് സ്വർണമായ 7 പവൻ സ്വർണവും 1 ലക്ഷത്തിലധികം രൂപയുമാണ് കവർന്നത്. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ നിന്ന് 500 പവൻ കവർന്ന കേസിലെ പ്രതിയാണ് സുഹൈൽ. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കുളപ്പള്ളി ഫെസ്റ്റ് ആഘോഷിച്ചു. ജാതമത രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ കൂട്ടായ്മയ്ക്കും സഹോദരത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായാണ് കുളപ്പള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത്. 6 ടീമുകൾ പങ്കെടുത്ത ഫെസ്റ്റ് കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി. ഞായറിൻ്റെ സായാഹ്നം ആഘോഷിച്ച് മതിവരാതെ കുളപ്പള്ളി ഫെസ്റ്റ്. ബാൻഡ് വാദ്യം, തകിൽ, പൂക്കാവടികൾ തുടങ്ങിയവയോടെ ഓരോ ടീമുകളുടെയും ആഘോഷങ്ങൾ കുളപ്പള്ളി ടൗണിലൂടെ നീങ്ങിയപ്പോൾ കാഴ്ചക്കാർക്ക് ആസ്വാദനത്തിൻ്റെ പുതിയ അനുഭവമായി. പങ്കെടുത്ത 6 ടീമുകളുടെ ആഘോഷങ്ങൾ ഒടുവിൽ ബസ് സ്റ്റാൻഡ് നഗരിയിൽ സംഗമിച്ചു. ഇവിടെ ആ ദഫ്മുട്ട് പോലത്തെ റോഡിന് ഇരുവശവും കെട്ടിടത്തിന് മുകളിലുമായി കുളപ്പുള്ളി ഫെസ്റ്റ് കാണാൻ നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി.
ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാടിൻ്റെ കൂട്ടായ്മയ്ക്കും സാഹോദര്യത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായാണ് കുളപ്പള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത്. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളായി കുളപ്പള്ളി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ ശ്രീ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിൽ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. മെയ് 3 മുതൽ 10 വരെയാണ് യജ്ഞം. ഷൊർണൂർ നെടുങ്ങോട്ടൂർ സ്കന്ദവിഷ്ണു ക്ഷേത്രത്തിലെ 8ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനാണ് ഞായറാഴ്ച വൈകിട്ട് തുടക്കം കുറിച്ചത്. യജ്ഞാചാര്യൻ മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരി, സഹ ആചാര്യൻ പരമേശ്വരൻ നമ്പൂതിരി തലപ്പണ എന്നിവരെ താലങ്ങളുടെ അകമ്പടിയോടുകൂടി യജ്ഞവേദിയിലേക്ക് ആനയിച്ചു. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. തുടർന്ന് യജ്ഞവേദിയിൽ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് വിഷ്ണു സഹസ്രനാമ ജപം, ഭാഗവത പാരായണം, പ്രഭാഷണം തുടങ്ങിയവയുമുണ്ടായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. തിങ്കളാഴ്ച രാവിലെയും പാരായണ ആരംഭമുണ്ടായി. മാളിക ഹരിഗോവിന്ദൻ നമ്പൂതിരിയായിരുന്നു യജ്ഞാചാര്യൻ. നാരായണ പരലോക നാരായണ പരമുഖ നാരായണ പരോ യോഗോ നാരായണ പരം തപഃ നാരായണ പരം ജ്ഞാനം നാരായണ പരാഗതി തസ്യ പ്രതിഷ്ഠേ സസ്യ കൂടസ്തസ്യ ദിനതഃ സൃജ്യം സൃജാം സൃഷ്ടോഹം ഈക്ഷൈവ അഭിജ്യോതിതഃ സത്വംജൽ സ്തമേതി തദ്ഗുണസ്യ ഗുണസ്ത്രേഹ സ്ഥിതി സർവനിരോധേഷു ഗൃഹീതാമായ വിഭോഃ. മെയ് 3-ന് തുടങ്ങിവെച്ച ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 10-ന് ഞായറാഴ്ച സമാപിക്കും. ന്യൂസ് സെന്റർ ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ UDF സുനാമി. 3ാം തുടർഭരണം ലക്ഷ്യമിട്ട LDF തകർന്നടിഞ്ഞു. LDF വൻ വോട്ട് ചോർച്ച ഉണ്ടായതായി കണക്കുകൾ. ധർമ്മടത്ത് പിണറായി വിജയൻ പിന്നിൽ, അമ്പലപ്പുഴയിൽ G സുധാകരൻ മുന്നിൽ. 3 മണ്ഡലങ്ങളിലും NDAക്ക് ലീഡ്. CPM ശക്തി കേന്ദ്രമായ പാലക്കാട് ജില്ലയിൽ UDFന്റെ കടന്നുകയറ്റം. സംസ്ഥാനത്തെ മിക്ക മന്ത്രിമാരും കടപുഴകി. ഗുരുവായൂർ കുഴമല്ലൂർ ക്ഷേത്രം കവർച്ച, പ്രതി പിടിയിൽ. കുപ്രസിദ്ധ ഓട്ടോ സുഹൈലാണ് പിടിയിലായത്. പ്രതി മോഷ്ടിച്ചത് 7ഓളം പവൻ, വഴിപാട് സ്വർണവും 1 ലക്ഷം രൂപയും. കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ നിന്നും 500 പവൻ കവർന്ന കേസിൽ സുഹൈൻ പ്രതി. സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ച് കുളപ്പള്ളി ഫെസ്റ്റ്. 6 ടീമുകളുടെ ആഘോഷങ്ങൾ കാഴ്ചക്കാർക്ക് വേറിട്ട അനുഭവമായി. കുളപ്പള്ളി ഫെസ്റ്റ് ആഘോഷിച്ചത് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യത്തിനും വേണ്ടി ഒരുമയുടെ ഉത്സവമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.